അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് തൊട്ട് മുമ്പുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇത് കേട്ടോ. അമ്മയ്ക്ക് എന്തെങ്കിലും സർപ്രൈസുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? ഒരു വർഷം കൂടെ ആയുസ് കൂട്ടി തന്നു. വലിയ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ചെറിയ ചെറിയ അടികളൊക്കെ ദൈവം തന്ന. അതിപ്പോ വയസ്സ് ഒരുപാടായി, അറിയാമോ? മുടിയൊക്കെ നരച്ചു. അതെങ്ങനെയാ? ഞങ്ങൾക്ക് നീ കുട്ടി, നിന്റെ അമ്മയല്ലേ ഞാൻ. ഇത്തവണ അമ്മേനെ സർപ്രൈസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഒയ്യോ, ആദ്യം ഈ സാധനം, പിന്നെ ഇത്. ഭയങ്കര വൈറ്റായി പോയി. അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് തൊട്ട് മുമ്പുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇത് കേട്ടോ. അപ്പൊ ബർത്ത്ഡേയുടെ അന്നല്ല ഞങ്ങൾ കേക്ക് മുറിച്ചത്, കാരണം അന്ന് അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേക്ക് മുറിച്ച് സെലിബ്രേഷൻ ഒക്കെ ചെയ്യണേ കേട്ടോ. അപ്പൊ ഇന്ന് കേക്ക് മുറിയുടെ തൊട്ട് മുമ്പുള്ള കുറച്ച് ഫ്യൂ നിമിഷങ്ങളാണ് കാണുന്നത്. അപ്പൊ ഞാൻ അപ്പയുടെ കൂടെ കേക്ക് മേടിക്കാൻ പോവാണ്. കൂട്ടത്തില് എന്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന കണക്ടർ ഉണ്ട്. അതായത് ഫോണിലേക്ക് ക്യാമറയിൽ എടുക്കുന്ന ഫുട്ടേജസ് ഇല്ലേ, അത് ഫോണിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കണക്ടർ ഉണ്ട്. അത് കംപ്ലൈന്റ് ആയി. അപ്പൊ അതും പറ്റുമെങ്കിൽ മേടിക്കണം. അത് മേടിച്ചാൽ മാത്രമാണ് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പൊ അത് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഇവിടെ ഉണ്ടോ നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എറണാകുളത്തൊന്ന് നോക്കണം. അപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ അത് മേടിച്ച് വെക്കാലോ. കാർഡ് റീഡർ മൊത്തം മേടിക്കണം. അതും എന്റെ ലൂസായി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ഇത്തവണ ബർത്ത്ഡേ സെലിബ്രേഷന് അമ്മയ്ക്ക് എന്തെങ്കിലും സർപ്രൈസുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നത് കൊണ്ട് ഉണ്ട്. പക്ഷെ ഉതകാവുന്ന രീതിയിലുള്ളതല്ല എങ്കിൽ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? ദേഷ്യം വന്നാൽ പറമ്പിന്റെ പുറത്ത് നമ്മുടെ പാടമുണ്ട്, പാടത്തെ സാധനം അതേതായാലും ഇച്ചിരി ബുദ്ധിമുട്ടാവും. വിലയുള്ള സാധനങ്ങളാണെങ്കിൽ പാടത്ത് കിടന്ന പ്രശ്നമല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിതമായി എന്തെങ്കിലും സാധനം മേടിക്കാവോ. എനിക്കറിയില്ല എന്നാ മേടിച്ചേക്കണെന്നുള്ളത്. ഇത്തവണ സർപ്രൈസുകൾക്ക് വകയുണ്ട്. അമ്മ പക്ഷെ അത് കണ്ടുപിടിച്ചോ എന്നുള്ളതില് ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ കണ്ടുപിടിക്കാതിരിക്കാൻ പേപ്പറൊക്കെ പൊതിഞ്ഞോണ്ടാ വന്നേ. അപ്പൊ ഇനി നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ആ സർപ്രൈസ് എന്താണെന്ന് അറിയാൻ പറ്റും. പക്ഷെ നിങ്ങളത് കാണുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ. അടുത്ത ദിവസത്തെ വീഡിയോയിലായിരിക്കും. ഞങ്ങള് കുറച്ച് കഴിയുമ്പോഴേക്കും സർപ്രൈസ് പൊട്ടിക്കാൻ പോവാണ്. അതെ, പള്ളിയിൽ പോണം, തിരികെത്തിക്കണം, പ്രാർത്ഥിക്കണം, അങ്ങനെ പല പല പരിപാടികളുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒന്ന് പുറത്തു പോവാ. ഇപ്പൊ അമ്മ വന്നില്ല അല്ലേ? ഇവര് രണ്ടുപേരും ചോറൊക്കെ ശരിയാക്കാൻ പോവാ. ഓക്കെ, അപ്പൊ റെഡിയായി വന്നു. കേക്ക് റെഡിയാണോ? ആണോ? 12 മണിക്ക് റെഡിയാവുന്നാ പറഞ്ഞേക്കണേന്ന്. ഏത് കേക്കാ പറഞ്ഞേക്കണേ? ഓർഡിനറി പ്ലം കേക്ക് ആവുമ്പോ നമ്മള് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് തിന്നോളും. ക്രീം കേക്ക് ആവുമ്പോ കുറച്ച് ഒരു മധുരമൊക്കെ കൂടുതലാണ്. പിന്നെ ആരെങ്കിലും ഒക്കെ വരുമ്പോ കൊടുക്കുമ്പോഴും പ്ലം കഴിക്കാൻ അവർക്ക് ഇൻട്രസ്റ്റാ. ഇന്നാള് നമ്മൾ ആനിവേഴ്സറിക്ക് മേടിച്ചിട്ട് നല്ല പ്ലം കേക്ക് ആയിരുന്നു അത്. അതെ, പോവാ. മഴയ്ക്കുള്ള വെയിലാന്ന് തോന്നുന്നു. വെള്ളം വിരിഞ്ഞു, വെള്ളപ്പൂ വിരിഞ്ഞു. മഴക്കാലാണെങ്കിൽ അവനപ്പൊ പേടിയുണ്ട്. 3ാമത്തെ വെട്ടിനാ വിരിഞ്ഞത്. ഇനിയിപ്പോ പശം പൂട്ടും പൊട്ടെ ഇത് നോക്കണ്ട, അങ്ങനെ ഇതിലുണ്ടാവൂല, മഴയായില്ലേ. എന്റെ ഹെൽമെറ്റ് കണ്ടോ? അപ്പടേലും ഉണ്ട് ഹെൽമെറ്റ്. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാനും അപ്പയും കൂടെ പോവുകയാണ് കേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞു ആദ്യം എന്നെ മൊബൈൽ ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം, കാരണം എനിക്ക് അവിടെ നിന്ന് കണക്ടർ മേടിക്കാനുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അപ്പ പോയി കേക്ക് എടുത്തുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കുറച്ച് നേരം വൈകി പോവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. അതിന് ശേഷം അപ്പ അതേ കേക്കൊക്കെ എടുത്തതിന് ശേഷം തിരിച്ചു വരുന്ന വഴിയാണ്.
കേക്ക് കിട്ടിയോ? ആ കേക്ക് ഇരിപ്പുണ്ടല്ലോ. ടേബിള് കിട്ടിയോ? ആ അങ്ങനെ അമ്മ കുട്ടിയുടെ പിറന്നാൾ കേക്കുമായിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എനിക്കും കണക്ടറൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ, പറഞ്ഞല്ലോ. അപ്പോൾ ആ കണക്ടർ ഇനി വെച്ച് നോക്കണം. ഈ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസൊക്കെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ഞാനത് എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കണം. ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആ കണക്ടർ വേണം. അതാണ് സംഭവം. അമ്മയുടെ ചിരി മാത്രം കേൾക്കാലോ. അമ്മ എവിടെയാണെന്നറിയില്ല. അപ്പൊ ഇനി എവിടെയാ പോണേ? ഇനിയിപ്പോ സാധനങ്ങൾ ലിസ്റ്റ് അനുസരിച്ചുള്ളതൊന്നും മേടിച്ചില്ല. അധികം ഇല്ലെന്നാ പറഞ്ഞേ. ബ്രെഡും ടൊമാറ്റോയും പോപ്പിൻസും. അല്ല ഇത് വേണ്ടേ, മേടിക്കണ്ടേ? അങ്ങനെ പ്ലം കേക്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ബേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു അരോമ അങ്ങ് മൂക്കിലേക്ക് അടിച്ചു കയറിയിട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി ആ ഒരു സ്മെല്ലടിച്ചപ്പോൾ തന്നെ. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഒരാളുടെ വക, അമ്മാന്ന് എഴുതിയത് മക്കളുടെ വക. കാരണം ഞങ്ങള് ഈ അടുത്തേക്ക് അല്ല, ഞാൻ ആ വശത്ത് നിൽക്കാം. അതാ വശം. അതാണോ വശം? ഇതാ വശം. അപ്പയാണോ നടുക്ക്? അതുകൊണ്ടല്ല എനിക്കതാ വശമെന്നേ. അതുകൊണ്ടാ എന്നാ ഞാൻ നടുക്ക് നിൽക്കാം. എല്ലാവർക്കും എവിടെ നിൽക്കണം എന്നൊരു കൺഫ്യൂഷൻ. ഈ വെഡിങ് ആനിവേഴ്സറിയും എൻ്റെ ബർത്ത്ഡേയും അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നതുകൊണ്ട് കുറേ മധുരങ്ങൾ അതും ഇതുമൊക്കെ അല്ലാതെയും കഴിച്ചത് കൊണ്ട് ഞങ്ങൾ 2 പരിപാടിക്കും ½ kg പ്ലം കേക്കാണ് ഓർഡർ കൊടുത്തത്. നമ്മുടെ അടുത്തുള്ള ഒരു ബേക്കറിയിലാണ് ഓർഡർ കൊടുത്തത്. സാധാരണ വേറൊരു സ്ഥലത്ത് നിന്ന് എടുക്കാറ്. പുള്ളിക്കാരി ഇപ്പം ഇവിടെ ഇല്ല, നാട്ടിലില്ല. അപ്പം അത് കാരണം ½ kg പ്ലം കേക്ക് അതിൻ്റെ അരികിൽ വെറുതെ ഒരു ഐസിങ് വെച്ചിട്ട് ഒരു പൂ വെക്കാനും പറഞ്ഞു. നമുക്ക് പ്ലം കേക്ക് കൂടുതൽ താല്പര്യം ആയതുകൊണ്ടാണ് കേട്ടോ പ്ലം കേക്ക് പറഞ്ഞത്. അല്ല, ½ kg ആകുമ്പോൾ പ്ലം ആകുമ്പോൾ അത് കഴിക്കാനും വറുത്താം. മറ്റേത് ഐസിങ് ആകുമ്പോൾ ഒരുപാട് മധുരം. ഞാൻ പറഞ്ഞില്ലേ കുറേ മധുരങ്ങൾ ഇങ്ങനെ കഴിക്കണ കാരണം. അപ്പൊ അവര് സ്പേസ് ഇച്ചിരി കുറവായതുകൊണ്ട് സൈഡിൽ വൃത്തിയായിട്ട് എഴുതിയായിരുന്നു. പക്ഷെ കുഴപ്പം പറ്റിയെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടറിൽ വെച്ച് അത് കൊണ്ടുപോകുന്നത്. അപ്പൊ കൊണ്ടുവന്നപ്പോ ചെരിഞ്ഞു പോയി കേക്ക്. അപ്പൊ അത് ഇങ്ങനെ പോയത്. അത് കാരണം ഞങ്ങള് ഇവിടെ ഇരുന്ന ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ സംഭവം എടുത്തേച്ച് ഇവള് താഴെ എഴുതിയതാണ് അമ്മാന്ന്. അരിപ്പൊടി കൊണ്ട് അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേറെ വഴിയില്ല. അപ്പൊ ഇങ്ങനെ പറ്റിയത് കൊണ്ട് അപ്പൊ ആ ബോക്സിൽ മുഴുവൻ ഇത് പറ്റി പിടിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു അപാകത ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് ആദ്യം പറയുവാണ്. പിന്നെ അപ്പൊ ബർത്ത്ഡേ ശരിക്കും 5-ാം തീയതിയാണ്. പക്ഷെ വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഒത്തിരി ഡിലേ ആവും. അത് ഈ ഷൂട്ടൊക്കെ ചെയ്യാറുണ്ടാണ് കേട്ടോ. കേക്ക് ജസ്റ്റ് വെറുതെ മുറിച്ചാൽ മതിയെങ്കിലും ഓക്കെ. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അതിന് ടൈം ബാക്കിൽ എടുക്കും. ലൈറ്റ് വെക്കണം, ക്യാമറ വെക്കണം, ടേബിൾ റെഡിയാക്കണം, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ വരുമ്പോ തന്നെ 7 മണിയൊക്കെ കഴിയും, 7-7:30 ആവും. അപ്പൊ അത് കാരണം ഹോളിഡേ നോക്കി ഞങ്ങളൊന്നങ്ങ് ചേഞ്ച് ചെയ്തതാ ഡേറ്റ് കേട്ടോ. അതെ. അപ്പൊ പിന്നെ ഈ ബർത്ത്ഡേ സമയത്ത് മാതാപിതാക്കളൊന്നും ഇവിടെ നിന്നൊക്കെ വിട്ടു പോയി. അപ്പൊ ജന്മം തന്നവരെന്ന് നമ്മുടെ ഒപ്പയില്ല, അവര് മേളിൽ ഇരുന്ന് കാണണുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് 1 വർഷം കൂടെ ആയുസ് കൂട്ടിത്തന്നു. വലിയ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ചെറിയ ചെറിയ അടികളൊക്കെ ദൈവം തന്ന രോഗത്തിന്റെ ആട്ടോ ഞാൻ പറഞ്ഞ മുന്നോട്ട് നയിക്കുവാണ്. എന്നാലും ഇതുവരെയും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വണ്ടി ഓടണുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ ദൈവത്തിന് അതിനോട് നന്ദി പറയുവാണ് ഞാൻ. പിന്നെ ചെറിയ ഒരു മധുരം കഴിക്കാൻ ഓർത്തൊരു കേക്ക് കട്ട് ചെയ്തൊരു മധുരം പങ്കുവെക്കുവാണ് കേട്ടോ. അതിപ്പോ അതൊന്നും ഞാൻ പറയൂല. ബർത്ത്ഡേ പ്രമാണിച്ച് അതൊന്നും ഇപ്പൊ പറയാനില്ല. വയസ്സ് ഒരുപാടായി, അറിയാമോ. മുടിയൊക്കെ നരച്ചു, കണ്ണാടിയൊക്കെ വെച്ചു. മുടി നരയ്ക്കുന്നതൊക്കെ പ്രായത്തിൻ്റെതായ മുടി നരപ്പ് വരും. അപ്പൊ അതൊക്കെ ഞാൻ സ്വീകരിച്ചിരിക്കണം. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. പ്രായത്തെ നമ്മള് ബഹുമാനിക്കുക. അതെ, ഇനിയും മുന്നോട്ട് നയിക്കണം എന്നുള്ള ഒരു പ്രത്യാശയോടെ ബി പോസിറ്റീവ്. അങ്ങനെയാണ്. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് പഴയ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? പണ്ട് കേക്ക് മുറി ഉണ്ടായിരുന്നോ? പണ്ട് ഇതൊന്നും ഇല്ല. പായസം കുറവാ. ഞങ്ങളുടെ
അമ്മച്ചിയൊന്നും ഇല്ലല്ലോ, അത് കാരണം ഗ്രാൻഡ് മദർ ഒക്കെ അല്ലേ, അപ്പൊ അതിന്റെ ആഘോഷങ്ങളൊന്നും വീട്ടിലില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അപ്പൊ കൃത്യമായിട്ട് പേസ്ട്രി ഒക്കെ മേടിക്കുമായിരുന്നു. പേസ്ട്രി മേടിക്കും. വലിയ കേക്ക് അങ്ങനെ മേടിക്കാറില്ല, മിക്കവാറും പേസ്ട്രിയെ മേടിച്ചോണ്ട് വരാറ്. അപ്പൊ അങ്ങനെ ഒരു മധുരം കഴിക്കാറുണ്ട് ആ കാലം മുതലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികള്. പ്രേക്ഷകർക്ക് ആദ്യമേ തന്നെ പ്രേക്ഷകർക്ക് ഈ കേക്ക് ഒന്ന്, ചെറിയ കേക്ക് ആണെങ്കിലും നിങ്ങൾക്കൊന്ന് സമർപ്പിക്കുവാണ്. നല്ലവരായ ഒരുപാട് വ്യൂവേഴ്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ചാനൽ തുടങ്ങിയ കാലം മുതൽ ഞങ്ങളെ ഫോളോ ചെയ്യണവരുണ്ട്, ഇപ്പോഴും ഫോളോ ചെയ്യണവരുണ്ട് കേട്ടോ. അപ്പൊ അവരെ എല്ലാവരെയും ഞാൻ ഓർക്കുവാണ് ഈ സമയം. എനിക്ക് ഒരുപാട് പേരുകൾ എൻ്റെ മെമ്മറിയിലുണ്ട്. ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റേ ആൾക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പൊ നമുക്ക് കേക്ക് ഒന്ന്, ഇന്ന് ഏതായാലും ബർത്ത്ഡേ പ്രമാണിച്ച് വെയിലാ. അമ്മയ്ക്ക് ഇഷ്ടം പോലെ വെയില്, അമ്മയ്ക്ക് ഇഷ്ടം വെയിലാണ്. അതുപോലെ പിറന്നാളിന് അമ്മയ്ക്ക് ഇഷ്ടം പോലെ തന്നെ വെയിലായി. എനിക്ക് മഴയാണ് ഇഷ്ടം. എന്റെ പിറന്നാളൊക്കെ മഴ ആ സമയത്താണ് കൂടുതൽ. അപ്പയ്ക്ക് പിന്നെ മഴയും വെയിലും ഒക്കെ ഒരുപോലെയാണ്, പ്രശ്നമില്ല. എന്തായാലും അപ്പൊ മുന്നോട്ട് പോകും. അതെ. അപ്പയ്ക്ക് എന്താ പിറന്നാളായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്കും കരുതലിനും നമ്മൾ പ്രത്യേകമായ നന്ദി എല്ലാ പ്രാവശ്യവും പോലെ ഈ പ്രാവശ്യവും നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷകർക്ക് അവരുടെ കരുതലിനും അവരുടെ സ്നേഹവായ്പിനും പ്രത്യേകമായ നന്ദി പ്രേക്ഷകർക്കും നമ്മൾ അർപ്പിക്കുന്നു. ഇനിയിപ്പോ കേക്ക് മുറിക്കാനായിട്ട് അവസരമാണ്. അപ്പൊ കേക്ക് മുറിക്കാം. മുറിച്ചോ? അത് ഫെബീഡിയാ. അതവിടെ കിടത്തിയിട്. അല്ല, പ്ലേറ്റിൽ തന്നെ കിടത്തിയിട്. ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിരുന്ന കംപ്ലീറ്റ് അത് നമ്മൾ കൊണ്ടുവന്നപ്പോ പോയി. പിന്നെ ഇവിടെ എഴുതിയതും അങ്ങനെ ആ ബോക്സിലായി പോയി, അത്രേ ഉള്ളൂ കേട്ടോ. ഈ സൈഡിൽ മുഴുവൻ ഉണ്ടായിരുന്നു ഡെക്കറേഷൻ. അത് ഈ ചെറിയ കേക്ക് ആയതുകൊണ്ട് അവര് അങ്ങനെയാ ചെയ്തത്. മുറിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ സൂക്ഷിച്ചാണോ അമ്മ മുറിക്കണേ? സൂക്ഷിച്ചൊന്നുമില്ല, ഇച്ചിരി കടുപ്പമുണ്ട്. സൂക്ഷിച്ചു വേണമല്ലോ ചെയ്യാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പ്ലം കേക്കിന്റെ ആ ഒരു മണം മൂക്കിലേക്ക് അങ്ങ് ഇരച്ച് കയറുന്നുണ്ട് കേട്ടോ. ശരി, ഈ അമ്മ എന്നുള്ളതിലേക്കൊക്കെ വീഴൂ കേട്ടോ. അതൊന്നും സാരമില്ല, അരിപ്പൊടിയല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഒരു വർഷം കൂടി പിറന്നാൾ മധുരം കടന്നുപോയി. അതെ 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 അതെ. ആദ്യം വായി വെച്ചതല്ലേ. എനിക്ക് ഇച്ചിരി മതി കേട്ടോ, അതിന്റെ പകുതി മതി. പകുതി മധുരം ആയതുകൊണ്ടാണ്. അപ്പൊ ഐസിങ് പാകം വേണം. അല്ല, എന്നാലും പരസ്പരം പങ്കുവെക്കണമല്ലോ. നീ വാ. ഞാനും ആദ്യം തരാം. ആദ്യം ഞാൻ തരാം. കുറച്ച് മതി. പിറന്നാൾ കുട്ടിക്കല്ലേ ആദ്യം തരണ്ടേ? ഞാൻ കുട്ടിയൊന്നും അല്ല കേട്ടോ, ഒരുപാട് ഏജായി. എന്നാലും എനിക്കിപ്പോഴും കുട്ടിയാണ്. അതെങ്ങനെയാ? ഞങ്ങൾക്ക് നീ കുട്ടി, നിന്റെ അമ്മയല്ല. അപ്പൊ കുട്ടിക്കാൻ പറ്റൂല. എന്നാലും എനിക്ക് കുട്ടിയാണ്. അതൊന്നും പറയണ്ട, അത് നടക്കില്ല. കഴിഞ്ഞില്ല. സ്ഥിരമുള്ള ചില കലാപരിപാടികൾ ഉണ്ടല്ലോ. ഇത്തവണ അമ്മേനെ സർപ്രൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ കണ്ടിട്ടില്ല എന്നാന്നുള്ളത്. പക്ഷേ ഞാൻ പൊതിഞ്ഞൊക്കെ കൊണ്ടുവന്നേ. കഴിച്ചു വരാം. ഒയ്യോ പൊന്നെ, ഇത് ചാക്കൊന്നല്ല, ഇത് അടച്ചു വെച്ചതാ. അല്ലെങ്കിൽ അമ്മ കണ്ടുപിടിക്കുന്ന അറിയാം. ആദ്യം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം തരാം. ആദ്യം ഈ സാധനം. പിന്നെ ഇതും. ഞാൻ ഊഹിക്കുന്നില്ല, എന്നോട് കണ്ട് ചോദിച്ചാൽ ഒരു പഴം എടുക്കട്ടെ. ആദ്യം തുറന്ന് മരം എടുക്കണം. രണ്ട് കയ്യിൽ പിടിക്കുന്നു. അതെ അതെ, രണ്ട് കയ്യിൽ പിടിച്ച് പഴം. പോത്തീസ് എപ്പോഴും ഇങ്ങനത്തെ മോഡലാ. അത് അവര് തന്നെ റാപ്പ് ചെയ്ത് തന്നതാ. എന്തായാലും അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള സാധനം, വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അതിൽ 100% കോൺഫിഡൻറ്റാ.
തുടങ്ങി തന്നെ കാണാമോ? ഓ എന്റെ പൊന്നെ, ഞാൻ അത്ര പറഞ്ഞില്ല വിലയുള്ളതല്ല. നല്ല സാരി ഇത് ഡെയിലി യൂസിന് പറ്റിയ ഒരു സാരിയാണ്. ഫ്ലോറലാ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പ്രിന്റ് ആണെന്ന് എനിക്ക് അറിയായിരുന്നു. അത്ര വിലയുള്ളതല്ല അത്. വിലയുള്ളത് ഇതിലായി. 600 ഉണ്ട് അയ്യോ. ഡെയിലി യൂസ്. നിന്റെ ബ്ലൗസ് എനിക്കുണ്ടല്ലോ, കുറെ ബ്ലൗസ് തുണിയായിരുന്നു. അതതിനകത്ത് വിത്ത് ബ്ലൗസ്. വിത്ത് ബ്ലൗസ് അത് നല്ലതാ. പക്ഷെ ഫ്ലോറൽ അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ആ പിങ്ക് ഫ്ലോറല്, പച്ച ഫ്ലോറല്, ലാവൻഡർ ഫ്ലോറല്, ഇത് നല്ല ഭംഗിയുള്ള ഫ്ലോറലാണ്. ഇത് വിത്ത് ബ്ലൗസ് ആകുമ്പോ നല്ല ഭംഗി വരും ഇതിന്. ഇതിന് ലാവൻഡർ ബ്ലൗസ് ഉണ്ട്, പക്ഷെ വിത്ത് ബ്ലൗസ് ആയിരിക്കും നല്ലത് അല്ലേ? നല്ല ഭംഗിയുണ്ട്. 600 ആട്ടോ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞേക്കാം നിങ്ങളോട്. ഇത് നല്ല വിലയുള്ളതാ, അപ്പുറത്തിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചതല്ലെന്ന് തോന്നണല്ലോ. ഞാൻ ഉദ്ദേശിച്ചാണെങ്കിൽ അത്രയും വില വരാൻ വഴിയില്ല. നല്ല സാരിയാ, പക്ഷെ സാരി ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ പുറത്തൊക്കെ വെറുതെ ജംഗ്ഷനിലേക്കൊക്കെ പോകുമ്പോ അധികം ഇല്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. പഴയതല്ലേ അതൊക്കെ. ഫ്ലോറൽ എത്ര നമ്മളെ എനിക്ക് ഒരുപാട് അങ്ങനെ. അപ്പൊ എവിടെ പോയി? അത് ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചാ മതി, കൈ കൊണ്ട് തന്നെ അങ്ങ് പൊളിച്ചാ മതി. അത് മെട്രോയില് തന്നെയാണല്ലോ. നല്ല ചെരുപ്പാ. സൈസ് കറക്റ്റാണെന്ന് എനിക്ക് അറിയില്ല. സൈസ് കറക്റ്റാ. കറക്റ്റാ. ഇങ്ങനത്തെ ഒരു ചെരുപ്പ് നിനക്ക് ഏതാണ്ട് ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ പണ്ട് നിന്നോട് പറഞ്ഞില്ലേ, തറവാട്ടെ ശോഭേന്റെ ഇട്ടപ്പൻ എന്റെ മോഡൽ തന്നെ നിറച്ച് വള്ളികൾ നിറഞ്ഞു നിൽക്കും. ഇവിടെ കാല് വിരലൊന്നും കാണാൻ രീതിയിലുള്ള. ഇത് പക്ഷെ എന്റെക്കാളും വില കൂടുതലാട്ടോ. അത്യാവശ്യം വിലയുള്ള ചെരുപ്പാ. ഇതിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉണ്ട്. കറക്റ്റാ. കറക്റ്റാണോ? ഇച്ചിരി വലുതാ. മാറ്റണോ? മാറ്റണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരും. എക്സ്ചേഞ്ച് ചെയ്യണം. എന്നാണ് ഇത്രയും വലുപ്പം വേണ്ട എനിക്ക്. അത് നടക്കുമ്പോ അല്ലെങ്കിൽ പടപടന്ന്. അത് മാറ്റിയെടുക്കാൻ കുഴപ്പമില്ല. അടുത്ത സൈസ് ഉണ്ട്. അടുത്ത സൈസ് അല്ല, അടുത്ത ചെറുത്. വലുത് പാടില്ല. ഇത് 38 അത് മതിയാവും. 38 ഉണ്ടെങ്കിൽ അവിടെ റെഡിലി ഉണ്ട്. 39 ആണെങ്കിൽ വരുത്തിച്ച് തരാമെന്ന് പറഞ്ഞു. ചിലപ്പോ 39 വേണ്ടി വരും. 38 ചിലപ്പോ ഇച്ചിരി ഇറക്കായി പോകും. അത് വേണമെങ്കിൽ ആവശ്യമായിട്ട് ഇട്ട് നോക്കാം. അത് മതി, അതായിരിക്കും നല്ലത്. അപ്പോൾ കറക്റ്റ് സൈസ് ഉടനെ തന്നെ മാറ്റിയെടുക്കാം, എന്നാലല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ നോക്കട്ടെ, റേറ്റിലുണ്ടെന്നല്ലേ പറഞ്ഞു. അല്ല, അമ്മ വരുന്നുണ്ട് എറണാകുളത്ത്. 1690. ഓ, ഭയങ്കര റേറ്റ് ആയി പോയത്. ഇരിക്കട്ടെ. എന്നാലും ഇഷ്ടപ്പെട്ടോ? നല്ലതാ. മറ്റേ മെട്രോ ചെരുപ്പ് തന്നെ ആയിരുന്നു അല്ലേ? അത് ഞാൻ ഓൺലൈനിൽ മേടിച്ചത്, അതുകൊണ്ട് ഓഫർ ഉണ്ടായിരുന്നു. അല്ല, ബ്ലാക്കിന് അതും ഓഫറിൽ മേടിച്ചതാ അല്ലേ? അപ്പൊ ഇത് മാറ്റി മേടിക്കാം. 38 അവിടെ ഉള്ളതാ. 38 അവിടെ റെഡ്ലി ഇരിപ്പുണ്ട്. 39 വരുത്തിച്ച് തരും. 39 അത് അവർ ഉറപ്പായിട്ട് വരുത്തിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇത് ഞാൻ റബ്ബറിട്ട് വെക്കാം. എന്നിട്ടൊരു കവറിൽ വെച്ചാൽ മതിയല്ലോ അവരുടെ. അങ്ങനെ ചെയ്താൽ പോരെ? അത് മതി, അത് മതി. നല്ല ചെരുപ്പാ. കോസ്റ്റ് അതൊക്കെ നല്ല ചെരുപ്പിന് അത്രയൊക്കെ വരും. അന്നേരം കുറെ നാൾ ഈട് നിൽക്കും. ആ മെട്രോയുടെ ബ്ലാക്ക് ഇതുവരെ വള്ളിക്ക് ഒരു കുഴപ്പമില്ല. അത് പക്ഷെ ഓൺലൈനിൽ മേടിച്ചതാ. മെട്രോ പക്ഷെ യൂസ് ചെയ്യാൻ നല്ല ഇതാ, ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നത്. അതെ. അങ്ങനെ ബർത്ത്ഡേ ആഘോഷം ലളിതമായി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട സമ്മാനം ഇത് ഇച്ചിരി കൂടിപ്പോയി. രണ്ടും നല്ലതാണ്. സാരിയും കളർ കോമ്പിനേഷൻ വളരെ നല്ലതാണ്. പോത്തീസിൽ ഇപ്പൊ കുറെ ഉണ്ടോ? അത് ഇപ്പൊ കുറേ. പക്ഷെ മഴയായതുകൊണ്ട് നിൽക്കേണ്ടതാണ്. പക്ഷെ കുറേ ഇപ്പുണ്ട് അവിടെ. കാരണം മഴയത്ത് അവിടെ അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല, അതാണ് ചോദിച്ചത്. ഓക്കെ, ഇപ്പൊ എല്ലാവരോടും ഒന്നും കൂടി എന്നാ പറയണേ, നന്ദി പറഞ്ഞോണ്ടാ. ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നതിന് നന്ദി പറഞ്ഞോണ്ടാ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, റോബാൻഡിലായില്ലേ. അങ്ങനെ 2 ഗിഫ്റ്റുകൾ നമുക്കൊന്ന് ക്ലോസപ്പിൽ കാണാം കേട്ടോ. സാരി ഒരു സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ്. അമ്മയ്ക്ക് വെറുതെ ഒന്ന് ജംഗ്ഷനിലേക്കൊക്കെ പോവില്ല, എന്തെങ്കിലും ചെറിയ പർച്ചേസുകൾക്കോ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേനും ഉടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടൈപ്പ് നെറ്റ് കോട്ട സാരിയാണ്. എനിക്കിതിൻ്റെ ഫ്ലോറൽ പ്രിൻ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല കുഞ്ഞു കുഞ്ഞ് റോസാപ്പൂക്കൾ പോലത്തെ ഫ്ലോറൽ പ്രിൻ്റ് അമ്മയ്ക്ക് നന്നായിട്ട് ചേരും. പണ്ട് അമ്മയ്ക്ക് ഫ്ലോറൽ പ്രിൻ്റുള്ള സാരികളുണ്ടായിരുന്നു, ഒരു ഓറഞ്ചൊക്കെ, അതൊക്കെ നല്ല രസമായിട്ട് അമ്മയ്ക്ക് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്
അതിനുശേഷം ഒരു വയലറ്റ് മേടിച്ചെങ്കിലും അതിൻ്റെ ഫ്ലോറലിൽ ഞാൻ അത്ര തൃപ്തിയായില്ല. പക്ഷേ ഈ ഫ്ലോറൽ പ്രിൻ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. കുഞ്ഞു കുഞ്ഞു റോസാ പൂക്കളാകുമ്പോൾ അത് ഉടുത്ത് കഴിയുമ്പോൾ നല്ല മാച്ചിങ് ആയിരിക്കും അമ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലാവൻഡർ കളർ തന്നെ എടുത്ത്. പിന്നെ ഗ്രീനും ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് എത്രത്തോളം മാച്ച് ആകും എന്നറിയില്ലാത്തതുകൊണ്ട് പിന്നെ ലാവൻഡർ തന്നെ എടുത്തു. ലാവൻഡർ എന്തായാലും ആ ഒരു പൂക്കളുടെ അങ്ങനത്തെ കളർ പൂക്കളും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നല്ല രസമായിരിക്കും അത് ഉടുത്തു കഴിഞ്ഞാൽ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ. ബ്ലൗസ് മെറ്റീരിയൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം സാരി ഓൾറെഡി വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ്. പിന്നെ ബ്ലൗസിലും കൂടുതൽ വൈറ്റിൽ ഒരു ലാവൻഡർ പ്രിൻ്റ് വരുന്ന ടൈപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെള്ള നിറം ഇതിനകത്ത് കൂടുതലാണ്. സാരിയിലും വെള്ള നിറം, ഇതിനകത്തും വെള്ള നിറം ആകുമ്പോൾ എത്രത്തോളം നമ്മൾ കമ്പൈൻ ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ ബ്ലൗസ് അല്ലേ, നമുക്ക് പല ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. വേണമെങ്കിൽ തയ്പ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണമെങ്കിൽ പ്ലെയിൻ വയലറ്റ് ബ്ലൗസ് ഇടാം. അതും അല്ലെങ്കിൽ അമ്മയുടെ ഒരു ബാത്തിക് മോഡൽ ഇരിപ്പുണ്ട്, അതിനകത്ത് കൂടുതലും വയലറ്റ് കളറാണ് വരുന്നത്. അതിൻ്റെ ഇടവിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഈ വൈറ്റ് ഷെയ്ഡ് വരുന്നത്. അത് പിന്നെ മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് കൂടുതലും വൈറ്റ് വന്നിട്ട് വയലറ്റ് പ്രിൻ്റ് അതിൻ്റെ ഇടയിൽ കൂടി എഴുതിയേക്കണം. അതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നത് വയലറ്റിൽ ഇടവിട്ട് വൈറ്റ് ഷെയ്ഡ് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പല കളർ ബ്ലൗസ് ഓപ്ഷൻസ് നമ്മുടെ ഇഷ്ടത്തിന് ഇടാവുന്നതുകൊണ്ട് നമുക്ക് പല മോഡൽ അമ്മയുടെ ട്രൈ ചെയ്ത് നോക്കാൻ പറയാം അല്ലേ. അതുപോലെ തന്നെ ചെരുപ്പ് നല്ല ഭംഗിയുള്ള ഒരു ഗ്ലോസി ഫിനിഷുള്ള ഒരു ചെരുപ്പാണ്. അപ്പോൾ കുറേ നാൾ മുമ്പ് ഞങ്ങളിങ്ങനെ ചെരുപ്പൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞായിരുന്നു ഈ ഒരു മോഡൽ ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർത്ത് വെച്ചിട്ടാണ് ഈ ഒരു മോഡൽ തന്നെ എടുത്തത്. അപ്പോൾ എന്തായാലും 2 ഗിഫ്റ്റ് ഇഷ്ടമായി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് പറയണം കേട്ടോ.